ധാരാളം കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചുരുക്കി അങ്ങ് പറയാം. എൻ്റെ അറിവിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിയമപരമായി നോക്കിയാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് എൻ്റെ നിലപാട്. പക്ഷേ അറസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിയമവും നീതിയും നോക്കിയിട്ടൊന്നുമല്ല അറസ്റ്റും കാര്യങ്ങളും നോക്കുന്നത്. അറസ്റ്റ് ചെയ്യും, തോന്നുന്ന പോലെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് കോടതിയിൽ എത്തിക്കും, കോടതി ജാമ്യം കൊടുത്ത് പറഞ്ഞു വിടും. ഇതാണ് പരിപാടി. അറിയാമല്ലോ അറസ്റ്റ് ഏതൊക്കെ വിധത്തിലാണെന്നുള്ളത്. ബെയിലബിൾ ഒഫൻസിൽ നമ്മൾ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തണം, അറസ്റ്റ് പാടില്ല. അത്തരത്തിലുള്ള ഒരു വകുപ്പിലാണ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. റിമാൻഡ് ചെയ്യാൻ പാടില്ല, ജാമ്യം തരേണ്ട കേസാണ്, റിമാൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, ബെയിലബിളാ. അങ്ങനെ കേസിൽ എന്നെ റിമാൻഡ് ചെയ്യിച്ചത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പിണറായി കാലത്ത് നടക്കുന്നത് ഷാജിസ്കറിന്റെ കാര്യം അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് അറിയാലോ, നിലമ്പൂരിൽ ചെന്ന് ഇടവണ്ണയിൽ ചെന്ന് ജാമ്യം എടുത്തിട്ടാണ് പോണത്. അവിടെ ചെന്നപ്പോൾ അപ്പോഴൊരു കേസ് ഉണ്ടാക്കിയിട്ട് അവിടെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കോടതി നീതിന്യായ സംവിധാനം ഇവിടെ നിലവിലുള്ളതുകൊണ്ട് അന്ന് കിട്ടി. KM ഷാജഹാൻ അറിയാലോ, വിളിച്ചോ അവിടെ കൊണ്ടുപോയി ചോദ്യം ചെയ്തിട്ട് വന്നതാണ്. പിന്നെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു പോയി. ഷാജിസ്കറി ഇടപെട്ടതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു. ഇവിടെ നീതി അനുസരിച്ചിട്ടല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പിണറായി കാലത്ത് ഒരു പക്ഷേ രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം, ചിലപ്പോൾ റിമാൻഡും ചെയ്യപ്പെട്ടേക്കാം. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അത് ഇരയുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇരയെ പറ്റി പറയുകയോ ഒന്നും പറയണമെന്നില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, യാതൊരു മടിയും കൂടാതെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വരാണ്. അതുകൊണ്ട് രാഹുൽ ഈശ്വരനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിലുള്ള അതിശയം. അതിനിപ്പോ ഒരു പ്രത്യേകിച്ച് ന്യായമൊന്നും വേണ്ട. പിന്നെ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ എനിക്ക് മനസ്സിലാകുന്നത്. അതായത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കസ്റ്റഡി എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തുമ്പോൾ കസ്റ്റഡിയാണല്ലോ. ചോദ്യം ചെയ്യുന്നുണ്ട്. മൂപ്പരുടെ മൊബൈൽ ഫോണും മൂപ്പരുടെ ലാപ്ടോപ്പും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും. രാഹുൽ ഈശ്വർ നിയമത്തെ വയലേറ്റ് ചെയ്യുന്ന ആളല്ല, നിയമം അറിയുന്ന ആളാണ്. പക്ഷെ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് പറയാനുള്ളത് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ആളായതുകൊണ്ട് കലിപ്പ് കൂടുതൽ ആൾക്കാർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ചില മാധ്യമ അജണ്ടകൾ വെച്ച് പെരുമാറുന്ന ചില മാധ്യമ മലരുകൾക്ക് തീരെ പറ്റില്ല. രാഹുൽ ഈശ്വരനെ പറ്റില്ല. ഇവിടെ പൊരിക്കാനൊക്കെ നോക്കും. പക്ഷെ അതിനെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് മൂപ്പര് സംസാരിക്കാറുണ്ട് എന്നതുകൊണ്ട് ഈ കേരളത്തിൽ ഒരുപാട് പേർക്ക് രാഹുൽ ഈശ്വരനെ കണ്ടുകൂടാ. ചിലർക്ക് അയാളൊരു അധിക പ്രസംഗിയാണ്, മറ്റാണ്. കാര്യമൊക്കെ ശരി. അദ്ദേഹം പറയേണ്ടതുപോലെ പച്ചയ്ക്ക് ഇങ്ങോട്ട് പറയുന്നു. അങ്ങയുടെ മഹാനായ പിതാവിന്റെ മഹത്തായ ശിരസ് എന്ന് പറയുന്നില്ല, പകരം നിന്റെ തന്തയുടെ തല എന്ന് തന്നെ പറയുന്നു. അതിനെയാണല്ലോ നമ്മൾ വളച്ചൊടിച്ചിട്ട് അങ്ങയുടെ മഹാനായ പിതാവിന്റെ ശിരസ് എന്നൊക്കെ പറയുന്നത്, ഇല്ലേ? അപ്പൊ അത് പറയാൻ അയാൾ തയ്യാറല്ല. അതേസമയം അതിനെ മറ്റേതെങ്കിലും വിധത്തിൽ മോശമായ അർത്ഥത്തിൽ സംസാരിക്കുകയില്ല. ഏത് ചാനലിലും എവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. അതായത് ഈ കേസിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ, അതിലൊരു പ്രതിയായി ഉൾപ്പെടുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ട കുറ്റങ്ങളൊന്നും ഞാൻ കണ്ട വീഡിയോകളിലും ഞാൻ കണ്ട ചാനൽ ചർച്ചകളിലും കണ്ടിട്ടില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ് പറയുന്നത്. മറ്റു ചിലർക്ക് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനകത്ത് കിടക്കണമെന്നും രാഹുൽ ഈശ്വരനെ പൂട്ടണമെന്നും ഇവിടെ ആ രീതിയിൽ ചിന്തിച്ച് നടക്കുന്ന കുറച്ച് പേർക്കുണ്ട്. അവർക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വിളിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ടാണ് മറ്റുള്ള വീഡിയോകൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പോകുന്നത്. 6:45 ഈ സമയം വരെ അറസ്റ്റ് ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. എയർ ക്യാമ്പിൽ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് വിട്ടയക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.